ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പാലക്കാട് മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച നിയുക്ത MLA രമേശ് പിഷാരടിയാണ് നമുക്കൊപ്പം ചേരുന്നത്. വലിയ വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു മണ്ഡലമാണ്. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഹോട്ട് സീറ്റാണ്. അവിടെ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? വലിയ സന്തോഷമാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, വിവാദങ്ങൾ, ഹോട്ട് സീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം കഴിഞ്ഞു. നമ്മൾ അതിന് മുന്നിലേക്ക് വന്നു. ഇവിടെയുള്ള ഏറ്റവും പ്രബുദ്ധരായ ജനങ്ങൾ, മതേതര മനസ്സുള്ള ജനങ്ങൾ, അവർ വലിയൊരു അംഗീകാരം അവരുടെ സമ്മതിദാനാവകാശം തന്നുകൊണ്ട് വിജയിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതൊരു ഞാൻ പാലക്കാടുകാർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്തതിൻ്റെ അല്ല, കൊടുക്കുമെന്ന വിശ്വാസമാണ്. ഇതൊരു അഡ്വാൻസാണ്. ഞാനതുകൊണ്ട് അത് മേടിച്ചതുകൊണ്ട് എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി അവരോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഇനി പാലക്കാട്ട് തുടരും. പാലക്കാടിൻ്റെ ഒരു MLA ആയി ഇവിടെ തന്നെ ഉണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ഉണ്ടാകാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇതിന് വരുന്നതല്ല. ഞാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ഇവിടെ ഉണ്ടാവും. പാലക്കാട്ടുകാർക്കായി മനസ്സിൽ കരുതി വെച്ച ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. പ്രധാനമായും ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ നിയമസഭയിൽ നമ്മുടെ കർഷകരുടെ കാര്യം കൃത്യമായിട്ട് ഉന്നയിക്കും. നമ്മുടെ ഗവൺമെൻറ്റും കൂടെ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇനിയും പല പദ്ധതികളും, ഇവിടെ വലിയ ചൂടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പം മൊത്തം എന്ത് ഭൂരിപക്ഷം ഉണ്ടോ അത്രയും തണൽ മരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പല പരിപാടികൾ ആലോചിക്കുന്നുണ്ട്. അഞ്ചൊക്കെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നോ പിഷാരടി? ഞാൻ ഭൂരിപക്ഷത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല സത്യത്തിൽ. എവിടെ പറഞ്ഞില്ല, അതിൻ്റെ എണ്ണം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലല്ലോ, നമ്മളൊരു സ്ഥാനമാണല്ലോ. അപ്പോൾ ഞാൻ ഭൂരിപക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുകയോ പ്രതീക്ഷിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്തിരുന്നില്ല. എങ്ങനെയും വിജയിക്കണമായിരുന്നു. അത് വലിയൊരു ഉദ്ദേശം, വലിയൊരു ദൗത്യം ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ. പാർട്ടിയെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റിനെ അങ്ങനെ എന്തെങ്കിലും ആക്കി കളയരുത് എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.